എത്ര മണിയാകുമ്പോ എത്തൂന്നാ പറഞ്ഞേ? 11 മണിയെന്നാ പറഞ്ഞേ. ആണോ? അതെ, ചായയും കടിയും കൊടുത്താ പോരെ, ഭക്ഷണമായിട്ടൊന്നും ആക്കണ്ടല്ലോ. വേണ്ടമ്മേ, ചായ മതി. ആ, കുറച്ച് കഴിഞ്ഞ് വീടൊക്കെ ആക്കി പിന്നെ ഒക്കെ കല്യാണം നടത്താന്ന് വിചാരിച്ചതാ നിന്റെ. പക്ഷെ എന്നാ ചെയ്യാൻ, ഇത് പ്രേമമായി പോയില്ലേ. പെണ്ണു വീട്ടുകാരാണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല, അവർക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്നാ പറയുന്നത്. ഇനി ഇവിടെയൊക്കെ വന്ന് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവോ? എനിക്ക് ആകെ ടെൻഷനാ. അതൊക്കെ ഇഷ്ടപ്പെട്ടോളൂ അമ്മേ. ആ, പെണ്ണിന് ഇഷ്ടമായതുകൊണ്ട് പെണ്ണ് നിർബന്ധിച്ചാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. പക്ഷെ പെണ്ണിന്റെ അമ്മായിയൊക്കെയാ വരുന്നത്, എങ്ങനെയാവോ എന്തോ. നിന്റെ ചേട്ടന്റെ ഭാര്യ ഉണ്ടല്ലോ ഒരുത്തി, അവളോട് ഞാൻ പറഞ്ഞതാണ് രാവിലെ ഇവിടെ എത്തണമെന്ന്. ഈ നേരമായിട്ടും ഇവിടെ എത്തിയിട്ടില്ല. അത് പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് വരുമായിരിക്കുമെന്നേ. ആ, പിള്ളേരെ സ്കൂളിലാക്കിയിട്ട് എത്തും. പിള്ളേരുടെ ബസ് 9 മണിയാകുമ്പോൾ വരും. അത് കഴിയുമ്പോൾ ഇവിടെ എത്തുമെന്നൊന്ന് നോക്കാവേ. വരികയില്ലത് മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. വരുമ്പോ വരട്ടെ അമ്മ, ഇനി അതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എടാ, അവര് വന്നെന്നാ തോന്നുന്നതേ. ഞാൻ വരാം. വാ, കേറി വാ. കാത്തിരുന്ന് മടുത്തായിരിക്കും അല്ലേ? ഞങ്ങളുടെ വണ്ടി ഒന്ന് പണി മുടക്കിയേ, അതാ താമസിച്ചത്. അയ്യോ, എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അത് ഡ്രൈവർ തന്നെ വേഗം ശരിയാക്കി. ഞാൻ ഓർത്ത് എന്താ താമസിക്കുന്നതെന്ന്. വാ, കേറി വാ. ഈ ചെറുക്കന്റെ വീട് കാണാൻ വേണ്ടിട്ട് വരുമ്പോ തന്നെ ഇങ്ങനെ ഈ വണ്ടിക്കൊക്കെ അപകടം പറ്റുന്നത് വലിയ അവശകുനമാ. ഞാനത് വണ്ടിയെന്ന് തന്നെ പറഞ്ഞ്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഇത് പെണ്ണിന്റെ അമ്മായിയാ. അന്ന് വന്നില്ലേ സുധാകരൻ മാമൻ, പുള്ളിയുടെ ഭാര്യ കേട്ടോ. ഇരുന്നിട്ട് സംസാരിക്കേ. വാ, കേറുവാ, എല്ലാരും വാ. എന്നെ പിന്നെ അറിയാലോ അല്ലേ, പെണ്ണിന്റെ അമ്മ. ഇത് നവ്യ, അത് കീർത്തി. ഇത് പിന്നെ പെണ്ണിന്റെ അനിയത്തി. മോളെ പിന്നെ അറിയാലോ. ഹായ് ചേട്ടാ. ഹായ്. ഇരിക്കട്ടോ. വീടൊക്കെ അവര് വന്ന് കണ്ട് പറഞ്ഞതിനെ കഴിഞ്ഞും ചെറുതാണ്. അവരെ വന്ന് കണ്ടപ്പോ പറഞ്ഞായിരുന്നു വീടൊക്കെ തീരെ ചെറുതാണ്. പിന്നെ ഇതിപ്പോ പെണ്ണിന്റെ ഇഷ്ടം ഇങ്ങനെ ആയതുകൊണ്ടും നമുക്കിപ്പോ നടത്തി കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ. ഇതിപ്പോ അവര് പറഞ്ഞതിലും ചെറുതാ വീടൊക്കെ. അല്ല, മൂത്ത മകന്റെ ഭാര്യ വന്നില്ലേ? അല്ല, ഞങ്ങളെ ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഈ സ്ത്രീകള് ഞങ്ങള് വരുമ്പോഴേ ഒന്ന് ഇത്രയിടം വരെയൊക്കെ ഒന്ന് വരണ്ടേ, ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ. അവളെ പിള്ളേരെ സ്കൂളിൽ വിടാനുണ്ട്. അപ്പൊ പിള്ളേരെ സ്കൂളിൽ വിട്ട് വീട്ടിൽ അത്യാവശ്യമൊക്കെ പണിയുള്ളതോടെ തീർത്തിട്ട് വേഗം വരാന്ന് പറഞ്ഞു. ഇവിടെ എല്ലാ കാര്യത്തിലും അവള് മുന്നിലാ, എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവളാ മുന്നിൽ നിൽക്കുന്നത്. ഇതിപ്പം പിള്ളേരെ സ്കൂളിൽ വിടാതിരിക്കാനും പറ്റില്ല. ഈ CBSE സിലബസ് ആയതുകൊണ്ട് ഒരു ദിവസം പോയില്ലെങ്കിൽ പിന്നെ നോക്കണ്ട. അവിടെ ഭയങ്കര സ്ട്രിക്റ്റും ആണ്. അതുകൊണ്ട് അല്ല, ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എല്ലായിടത്തും കാണുന്ന പോലെ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ ചേരിയേലെ പിന്നെ ഇവിടെ കുടുംബമായിട്ട് പ്രശ്നമാണോ എന്നൊക്കെ വിചാരിച്ച്. അയ്യോ അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് നല്ല സ്നേഹത്തിലാ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതിപ്പോ നിങ്ങൾ അങ്ങനെയല്ലേ പറയുള്ളൂ, നമ്മളിപ്പോ പോയി അന്വേഷിക്കാനൊന്നും പോകുന്നില്ലല്ലോ. എന്നാടി ഞാൻ പറഞ്ഞല്ലേ ഈ അമ്മേനെ കൊണ്ടുവരണ്ട. അമ്മായി ഫുള്ള് ഇത് കൊളവാക്കുന്ന തോന്നുന്നേ. എന്ത് ചെയ്യാനായിട്ടാ, കൊണ്ടുവരാതെ വരാൻ പറ്റുമോ? കൊണ്ടുവന്നില്ലെങ്കിൽ അത് മതി കല്യാണത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇതൊന്നും ചേച്ചി അറിയണ്ട കേട്ടാ. എനിക്കാണ് പേടിയായിട്ടും വയ്യ. ഇപ്പൊ നാട്ടിൽ അങ്ങനെയാ, കുടുംബമായിട്ട് സ്വരുമയില്ലാത്തതും അങ്ങനെയൊക്കെയല്ലേ കണ്ടുവരുന്നേ. എന്ത് തിരക്കാണേലും. എടി, എഴുന്നേക്ക്, നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം. ശരി. നിങ്ങൾ കാണാം, ഞാൻ ചായ എടുക്കാം. കാണാൻ മാത്രമൊന്നുമില്ല, എന്നാലും എണീക്ക്. ഇത് രണ്ടെണ്ണം എഴുന്നേറ്റ് പോന്നു. ഇനി അതുങ്ങൾ എന്തൊക്കെ കുറ്റം കണ്ടുപിടിക്കുവോ എന്തോ. ഒന്നും ഇത് പോകുന്നോടെ വരെ മനസ്സമാധാനമില്ല. എന്ത് ചെറിയ വീടല്ലേ. വേറെ വീട് വെക്കുന്നൊക്കെ പറയുന്നുണ്ട്, അത് പെണ്ണിനെ കിട്ടാൻ വേണ്ടി പറയുന്നതായിരിക്കും.
അത് തന്നെയാ ഞാനും വിചാരിക്കുന്നത്. പെണ്ണിന്റെ വീടിന്റെ നേരെ പകുതിയേ ഉള്ളൂ ഇത്. അല്ലെങ്കിൽ പിന്നെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ട് എന്തെങ്കിലും വേണമായിരിക്കും വീട് വെക്കാൻ വേണ്ടിയിട്ട്. അത് ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഇവർക്ക് എന്താ വീട് വെക്കാൻ ഇത്രയും കാലമായിട്ട് ഇവർക്ക് വീട് വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇനിയിപ്പോ ഏതാണ്ട് ഇച്ചിരി പണമുള്ള വീട്ടിലെ പെണ്ണാന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത് കഴിയുമ്പോൾ വീട് വെക്കാലോ. അതാ പ്ലാന്. എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല. എന്ത് പറയാൻ വേണ്ടിയിട്ടാ? പ്രേമമല്ലേ പ്രേമം, പറഞ്ഞാൽ കേൾക്കുവോ പിള്ളേര്? പിന്നെ എന്ത് പ്രേമം? പെണ്ണിനെ പറഞ്ഞങ്ങ് തിരുത്തണമായിരുന്നു. വിദ്യാഭ്യാസമുള്ള പെണ്ണല്ലേ, പറഞ്ഞാൽ കേൾക്കായിട്ടാണോ? പെണ്ണിന്റെ വീട്ടിലെ ആസ്തി വെച്ചിട്ട് ഏത് നിലയിലോട്ട് കെട്ടിച്ചു വിടാം? പറഞ്ഞിട്ട് കേൾക്കണ്ടേ? ഇടം വല ഇരുന്ന് പറഞ്ഞു കൊടുത്തു കേൾക്കണ്ടേ? എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല. അയ്യോ, പിന്നെ എനിക്കാണോ ഇഷ്ടപ്പെട്ടെ? എനിക്കിവിടെ വന്ന് കയറിയപ്പോ തന്നെ ദേഷ്യം പിടിച്ച്. പിന്നെ എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? നമ്മളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ നമ്മളൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ അഭിപ്രായം നമുക്ക് പറയണം. അമ്മേ, അവര് വന്നല്ലേ? അവരവിടെ ഇരിക്കുന്നോണ്ട് ഞാൻ ഇപ്പുറത്തൂടെയാ വന്നത്. വന്നോ? നിനക്ക് കുറച്ച് നേരത്തെ വരാൻ പാടില്ലേ? അവരെന്തൊക്കെയാ ചോദിച്ചതെന്നറിയോ? എനിക്കാണെങ്കിൽ എന്റെ തൊലി അങ്ങോട്ട് ഉരിഞ്ഞു പോവും ആ അമ്മായിയുടെ ഓരോ ചോദ്യം കേട്ടിട്ട്. എനിക്ക് പിള്ളേരെ സ്കൂളിലൊക്കെ പോയിട്ട് വീട്ടിലെ പണിയൊക്കെ തീർക്കണ്ടേ? മനഃപൂർവ്വം ഞങ്ങളെ നാണം കിടത്താൻ വേണ്ടി തന്നെയല്ലേ താമസിച്ച് വന്നത്? നിനക്ക് ഇച്ചിരിയോടെ നേരത്തെ എന്തായാലും വരത്തില്ല. 9 മണിക്ക് പിള്ളേരുടെ സ്കൂളിലെ ബസ് വരുന്നതല്ലേ? പിന്നെ എന്നെ കണ്ടോണ്ടാണോ അവരിവിടെ പെണ്ണിനെ ഇങ്ങോട്ട് കെട്ടിക്കുന്നേ? അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പണി മാത്രമല്ലേ ഉള്ളൂ. കുറച്ച് ചായം കടിയും കൊടുത്താൽ പോരെ. ഇപ്പൊ ഞാനെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ചായയൊക്കെ കൊടുത്തു. നീ ഒന്ന് അങ്ങോട്ട് ചെല്ല് ദയവ് ചെയ്ത്. ചെല്ല. ദൈവമേ, എനിക്കെന്നും പറഞ്ഞ് ഇതിനെയൊക്കെ എവിടെ വെച്ചേന്ന്. മൂത്ത മരുമോളല്ലേ? അതെ അതെ, ഞാനാ മൂത്ത മരുമോള്. പിള്ളേരെ സ്കൂളിൽ വിടാനുള്ളതുകൊണ്ട് താമസിച്ചു പോയതാ. ചായ കുടിക്കാൻ അമ്മായി ആയിരിക്കും അല്ലേ? ചായ മതി. ചായ വേണമെന്നില്ല. ഇത് ഒട്ടും കൊഴുപ്പില്ലല്ലോ. എങ്ങനെയാണ് ഇവിടെ ചായ ഉണ്ടാക്കുന്നേ? പെണ്ണ് അവിടെ ഞങ്ങൾക്ക് നല്ല കൊഴുപ്പിലൊക്കെ ഞങ്ങൾ ചായ വെച്ച് കുടിക്കുന്നത്. ഈ ചായ ഒന്നും അവള് വന്ന് കയറി കുടിക്കൊന്നുമില്ല കേട്ടോ. അയ്യോ, ഇതിൽ വെള്ളം മാത്രമേ ഉള്ളൂ. അയ്യോ, ഞാൻ പറയുന്നത് എനിക്ക് അങ്ങോട്ട് കുടിക്കാൻ പറ്റുന്നില്ലെന്ന്. ഒരുപാട് വെള്ളവും ഒരു പേരിന് ഇച്ചിരി പാല് ചേർത്തിട്ടുണ്ട്. എങ്ങനെയാ കുടിക്കുന്നേ? ഇവിടെ ഇങ്ങനെ വെള്ളം പോലത്തെ ചായ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? അയ്യോ, പിശുക്ക കയ്യിൽ നിന്നൊന്നും വീഴൂല. പാലാണെങ്കിലും എല്ലാം ആണെങ്കിലും. കേട്ടോ അമ്മേ, ഞങ്ങളെ മടുത്തിട്ട് ഇവിടുന്ന് മാറി താമസിച്ചത്. അവരോട് ജീവിക്കാൻ ഭയങ്കര പാടാ. ഞാൻ പുറത്തോട്ട് ചെല്ലട്ടെ. ചെറുക്കനെ കാണാനും ഒരു ഭംഗിയില്ലല്ലേ? അയ്യേ, അവന്റെ മുടിയും അത് കുറച്ച് കഴിയുമ്പോ കഷണ്ടി ആവും. കണ്ടാൽ തന്നെ അറിയത്തില്ലേ? അത് കഷണ്ടി തന്നെ ആവുകയുള്ളൂ. മുഖത്തോട്ട് നോക്കി ഒരു ഐശ്വര്യം ഇല്ലാത്തൊരു ചെറുക്കൻ. പെണ്ണിന് എങ്ങനെ ഇഷ്ടപ്പെട്ടു പോലും. ഒരു ജോലിയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വീടും ഇല്ല, സൗന്ദര്യവും ഇല്ല. സത്യം. എന്തല്ലേ? എന്തെങ്കിലും ഒരു ചന്തം വേണ്ടേ? അത് മുഖത്തോട്ട് നോക്കി പെണ്ണെന്ത് സുന്ദരിയാ. അല്ലെങ്കിൽ ഈ സൗന്ദര്യമുള്ള പെൺപിള്ളേരുടെ ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടുകാരൊക്കെ എന്ത് പറയൂ എന്തോ. കുടുംബത്തിലല്ലേ ഇങ്ങനത്തെ ഒരു ചായ കുടിച്ചില്ലേ? അതെ അമ്മേ, ചായ ഇഷ്ടപ്പെട്ടില്ലെന്ന്. അമ്മ എന്താ വെള്ളം കൂട്ടിയിട്ടാണോ ചായ വെച്ചേ? അയ്യോ, ഒന്നിനും കൊള്ളൂലെന്നാണല്ലോ പറയുന്നത്. മൊത്തത്തിൽ അവർക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അമ്മേന്റെ ചായ എനിക്ക് നല്ല ഇഷ്ടം. നല്ല ചായയല്ലേ അമ്മയുടെ ചായ? ചേട്ടൻ പറയും നീ എത്ര ചായ ഉണ്ടാക്കിയാലും അമ്മയുടെ ചായയുടെ അത്രയും തരുമെന്ന്. എന്തിനാ ഇങ്ങനത്തെ ബന്ധമൊക്കെ നടത്താൻ പോകുന്നത്? ഇവര് വരുന്ന പെണ്ണ് അങ്ങനത്തെ ആയിരിക്കും വിചാരിച്ചിട്ടാ ആ പെണ്ണ് ഈ ചായ ഒന്നും കുടിക്കൂലെന്ന്. പെണ്ണിന് നല്ല കൊഴുപ്പിലാണ് ചായ കുടിക്കുന്നത്. ഈ ചായ ഒന്നും പെണ്ണ് കുടിക്കൂലെന്നൊക്കെയാ പറയുന്നത്. ഭയങ്കര അഹങ്കാരിയാന്ന് തോന്നുന്നു കേട്ടാ. നോക്കിയിട്ട് ഇങ്ങോട്ടൊക്കെ നടത്തിയാൽ മതി. എനിക്കിത് നടത്തണമെന്ന് വലിയ അഭിപ്രായമൊന്നുമില്ല. പിന്നെ ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല ചായക്കകത്ത്. ഇതിപ്പോ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവര് പറയുന്നതാ ഇതൊക്കെ. ഇത് നമ്മളൊന്നും മിണ്ടുന്നില്ലെന്നാ കണ്ടിട്ട് വെറുതെ തല കയറാൻ വേണ്ടിട്ട് വരും ഇങ്ങോട്ട്. അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ പറ്റിയല്ലോ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചെന്ന് നോക്ക്. കല്യാണം മുടങ്ങി തക തുമിത്ത. അയ്യോടാ, വലിയ വീട്ടിലെ പെണ്ണെ. ഇനി അതിനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നിട്ട് വേണം നമുക്ക് ഒരു വിലയും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട്. തരപ്പിടിക്കാരെ കെട്ടിയാൽ മതി. അവന്റെ പ്രേമം ഞാൻ പൊളിച്ചു കൊടുക്കാം. സ്വന്തം വീട്ടുകാരെ അവമാനിച്ച് വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പെണ്ണാ സഹിക്കുന്നത്? അവനാണെങ്കിൽ പിന്നെ വാഴയ്ക്ക പോലെ അങ്ങനെ നിൽക്കും, ഒന്നും മിണ്ടൂല. അമ്മേനെ പേടിയാണല്ലോ.
ഞങ്ങളങ്ങ് ഇറങ്ങിയേക്കാൻ തുടങ്ങുമായിരുന്നു. പിന്നെ ഈ വീട് ഉടനെ മാറ്റി വേറെ വെക്കുവോ? ഞങ്ങൾക്ക് ഈ വീടങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. വീടൊക്കെ ഞങ്ങൾ വേറെ വെക്കും. അതെ, നിങ്ങൾക്ക് പൊന്നും മനസ്സുണ്ടെങ്കിൽ കല്യാണം നടത്തിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ നടത്തണ്ട. അമ്മേ, നീ മിണ്ടായിരിക്കടാ അവിടുന്ന്. വന്നപ്പോ മുതൽ ഓരോന്ന് സഹിക്കുന്നതാ. പിന്നെ ഞാൻ പോട്ടെ, പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ സ്നേഹിച്ചു പോയി, എങ്ങനെയെങ്കിലും ഇത് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ആത്മാഭിമാനം പണയം വെച്ചിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും കുറ്റം. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ വന്നു കയറുന്ന പെണ്ണെങ്ങനെയായിരിക്കും? ഞങ്ങൾക്ക് എന്തായാലും മനസമാധാനം വലുത്. ഒരു പെണ്ണിനെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് താന്ന് നിൽക്കാനൊന്നും പറ്റൂല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നടത്തിയാൽ മതി, ഇല്ലെങ്കിൽ നടത്തേണ്ട കാര്യമില്ല. ചെറുക്കന് ഏതായാലും നല്ലൊരു ജോലിയുണ്ട്. പിന്നെ വീട് ഞങ്ങൾ എന്തായാലും വെക്കും. ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് പെട്ടെന്ന് കല്യാണം നടത്തണമെങ്കിൽ ഈ വീട്ടിലോട്ടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നടത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നടത്തിയാൽ മതി. എടി, എന്താടി പ്രശ്നം? അയ്യോ, എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രം ഒന്നും അറിയുന്നില്ല. അമ്മായിയുടെ വർത്തമാനം മാത്രമല്ലേ കേട്ടുള്ളൂ. അതുങ്ങൾ അവിടെ പോയി എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കൊള്ളാം, ഇതിപ്പോ വിളിച്ചു വരുത്തിയിട്ട് അവമാനിക്കുന്ന പോലെയാണല്ലോ നിങ്ങളുടെ ഒരു വർത്താനമൊക്കെ. ഞങ്ങളും ആലോചിച്ചിട്ട് പറയാം. സമാധാനമായല്ലോ. അവളൊരു ചെറുക്കനെ കണ്ടുപിടിച്ചത്. ആണുങ്ങൾ വന്നു പോയിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു, പെണ്ണുങ്ങൾ വന്നിട്ടാണിപ്പോ. നന്നായേ ഉള്ളൂ. പോവാ, എണീറ്റോ. ബാക്കി നമുക്ക് അവളോട് പറയാം, പൊടിപ്പും തോമലും വെച്ച്.